ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ പേജ് നമ്പർ 48 അല്ലെ, 48. അതില് ആ ചിലന്തി പടത്തിന്റെ 7ാമത്തേത് ആക്ടിവിറ്റീസ് 7ാമത്തേത് കേട്ടോ, 7th. അപ്പൊ അതില് നമ്മൾ മാതൃക എന്ന് പറഞ്ഞ ആദ്യത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ചിലന്തി വല. എന്തേ ജൂലിയറ്റ്? മിസ് 7ാമത്തെ ചെയ്തത് 8ാമത്തെ ചെയ്യണ്ടേ? അതെ അല്ലേ, 7ാമത്തെ ഒന്നുകൂടി പറയാം. ഓക്കെ, എഴുതിയെടുത്തോ ബാക്കിയുള്ളവർ എഴുതാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, എന്താവണി? കേൾക്കുന്നില്ലേ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധിക്കണം മോളെ. അപ്പോ ചിലന്തി വല എന്നാണ് ആദ്യത്തത്. ചിലന്തിയുടെ വല. അവിടെ മാതൃക തന്നിട്ടുണ്ട്, നമുക്ക് എക്സാമ്പിള് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പുലിമട. എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എഴുതിയോ? പുലിയുടെ മട. പുലിമട, പുലിയുടെ എഴുതണം. ചിലന്തിയുടെ എഴുതിയിട്ട് കണ്ടോ? അതേപോലെ എഴുതണം, പുലിയുടെ. എന്താ ബെനീറ്റ? പുലിയുടെ മട. പുലിയുടെ മട എഴുതിക്കോ. മേലെയുണ്ട് യുടെ എന്ന് എഴുതിയിട്ട്, അതേപോലെ പുലിയുടെ. പുലിയുടെ മട. നെക്സ്റ്റ് കിളിക്കൂട്. അപ്പൊ എന്താണ്? എന്താ വരുക? കിളിയുടെ കൂട്. ഓക്കെ, കിളിയുടെ കൂട്. കിളിയുടെ കൂട്, കിളിക്കൂട്. നെക്സ്റ്റ് എലിമാളം. ബെനീറ്റ അൺമ്യൂട്ട് ചെയ്ത് പറയുമോളെ എന്താണെന്ന് വെച്ചാ? മിസ് 10ാമത്തെ പടത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടെന്നാ. 10ാമത്തെ പടത്തിന്റെ ആണോ? കഴിഞ്ഞ ഈ ചിലന്തിയുടെ പടത്തിന്റെ? ഓക്കെ, ഞാൻ തന്നുവല്ലോ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ തന്നു. ആ മോളെ എഴുതിയില്ലേ? ബെനീറ്റ എഴുതിയില്ലേ? കണ്ടില്ല. കിട്ടുമല്ലോ, ഗ്രൂപ്പിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഒന്നുകൂടെ സെൻഡ് ചെയ്തോ? ഞാൻ നിന്റെ പേഴ്സണലിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പോ ചിലന്തി വല, ചിലന്തിയുടെ വല, പുലിമട, പുലിയുടെ മട, കിളിക്കൂട്, കിളിയുടെ കൂട്, എലിമാളം, എലിയുടെ മാളം. ഓക്കെ, എലിയുടെ മാളം, അതാണ് എലിമാളം. ഓക്കെ, അത്ര വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ചെയ്യുക. ഇപ്പൊ എലിയുടെ, എല്ലേനും യുടെ, ചിലന്തിയുടെ എന്ന് എഴുതിയിട്ട് കണ്ടോ? അതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? നമുക്ക് ആക്ടിവിറ്റി എന്താണ്? ചൊല്ല് കണ്ടെത്തുക അല്ലെ? താഴെ കൊടുത്ത പ്രസ്താവനയ്ക്ക് ഉചിതമായ ചൊല്ല് കണ്ടെത്തുക. എത്ര ദുർബലമാണെങ്കിലും ചിലന്തിക്ക് അതിന്റെ അതിന്റെ വല പ്രിയപ്പെട്ടതാണ് അല്ലെ? നമുക്ക് നമ്മുടെ ഫുഡ് പ്രിയപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ചൊല്ല് കണ്ടെത്തുക? അതിന് മുകളിൽ എല്ലാരും കംപ്ലീറ്റ് ആക്കിയില്ലേ? പിന്നെ ഞാൻ കുറെ വർക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എല്ലാ മക്കളും ചെയ്തോ? ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പദസൂര്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിനുശേഷം എന്താണ്? സംഭാഷണം. സംഭാഷണം തയ്യാറാക്കുവാന്നുണ്ടായിരുന്നു അല്ലെ? അത് നിങ്ങൾ സംഭാഷണം തയ്യാറാക്കിയോ? എത്ര പേര് തയ്യാറാക്കി മക്കളെ? കാലൻ മാത്യു, പിന്നെ ആരാ? പിന്നെ ആരും എഴുതിയില്ലേ? സെൽന എഴുതിയോ? സെൽന ഇല്ല. അപ്പൊ സംഭാഷണം എഴുതി അല്ലെ? അലൻ എഴുതിയോ? അലൻ? ഓക്കെ, അപ്പൊ സംഭാഷണം തയ്യാറാക്കാൻ എന്താ പറഞ്ഞത്? കുറിഞ്ഞിയും മിനിക്കുട്ടിയും തമ്മിൽ നടക്കാനുള്ള സാങ്കല്പിക സംഭാഷണമാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് അല്ലെ? എന്നാൽ എഴുതേണ്ട കാര്യങ്ങൾ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കിയവ തന്നെയാണ്, നമ്മളെ പാഠത്തിൽ ഉണ്ടായത് തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്.
ആദ്യത്തെ ചോദ്യം ഉറക്കെ വായിച്ച് കുട്ടികൾക്ക് ഉത്തരം പറയാൻ അവസരം. അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നെയാണ്. അപ്പൊ എന്താണ് ആദ്യത്തത്? മിനിക്കുട്ടി. എഴുതിയെടുത്തോ? എഴുതാത്ത മക്കളുണ്ടെങ്കിൽ എഴുതിയെടുത്തോ? മിനിക്കുട്ടി പറയുന്നത് അവിടെ ഉണ്ട്. എന്ത്? കുറിഞ്ഞി ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു, നീ എവിടെയായിരുന്നു, അല്ലേ? അപ്പൊ എന്താണ് കുറിഞ്ഞി പറയേണ്ടത്? എന്താ പറയൂ ആദ്യം? കുറിഞ്ഞി എന്ത് പറയും? ഞാൻ ചിലന്തിയുടെ അടുത്തായിരുന്നു, അല്ലെ? ചിലന്തിയുടെ അടുത്തായിരുന്നു. പിന്നെന്ത് പറയും? അല്ലെങ്കിൽ എന്ത് പറയണം? ഞാൻ ചിലന്തിയോട് സംസാരിക്കുകയായിരുന്നു. അതല്ലേ ചെയ്തോണ്ടിരുന്നത് കുറിഞ്ഞി? കുറിഞ്ഞിപ്പൂച്ച എന്താ ചെയ്തോണ്ടിരുന്നത്? ചിലന്തിയോട് ചിലന്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? അപ്പൊ ഞാൻ ചിലന്തിയോട് കുറിഞ്ഞിന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ടിട്ട് 2 കുത്തിട്ടിട്ട് എന്ത് എഴുതണം? ഞാൻ ചിലന്തിയോട് സംസാരിക്കുകയായിരുന്നു എന്ന് എഴുതുക. നെക്സ്റ്റ് എന്താണ്? മിനിക്കുട്ടി അന്നേരം എന്താ ചോദിക്കുന്നത്? മിനിക്കുട്ടി ചോദിക്കുന്നത് നമ്മൾ എഴുതണം. എന്താ എഴുതേണ്ടത്? നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ എന്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എഴുതുക നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, അല്ലെ? സംസാരിക്കുകയായിരുന്നു എന്ന് കുറിഞ്ഞി പറഞ്ഞു. അപ്പൊ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് ചോദിക്കുക. അന്നേരം കുറിഞ്ഞി എന്ത് പറയും? വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ മിനിക്കുട്ടിയും പറഞ്ഞു എന്ത്? വീടിനെ കുറിച്ച് ചിലന്തി എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ കുറിഞ്ഞി എന്താ പറയുക? ചിലന്തികളുടെ വീട് അവർ നെയ്യുന്ന വലയാണ്, അത് ഒരു കെണിയാണ്, അല്ലെ? നമ്മൾ പഠിച്ചാണ് 2 തരം നൂല് കൊണ്ടാണ് വല നെയ്യുന്നത്. ഒന്നിൽ പശയുണ്ട്, അതിൽ പ്രാണികൾ ഒട്ടിപ്പോകും, അവയാണ് ചിലന്തിയുടെ ആഹാരം. പശയില്ലാത്ത നൂലിലൂടെയാണ് ചിലന്തി നടക്കുക. പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല കൊത്തിവലിക്കും. ഏറ്റവും ദുർബലമായ വീടാണ് അത്. അതാണ് അതിൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ മെയിനായി പറഞ്ഞ പോയിന്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രം അതിലെടുത്ത് എഴുതുക. നെക്സ്റ്റ് 7ാമത്തെ നമ്മൾ പറഞ്ഞു പുലിയുടെ മട, കിളിയുടെ കൂട്, എലിമാള, എലിയുടെ മണം പറഞ്ഞു, അല്ലെ? പിന്നെ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? അടുത്ത എന്തെങ്കിലും വർക്ക്? ഏത് വർക്കാ പറഞ്ഞേ? ഏത് വർക്കാ അലൻ പറഞ്ഞത്? ഉചിതമായ വാക്കുകൾ ചേർത്തെഴുതുക പറഞ്ഞു, സംഭാഷണം തയ്യാറാക്കുക പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. ഉചിതമായത് ഞാൻ ചേർത്ത് തന്നില്ലേ ക്ലാസ്സിൽ തന്നെ? ഉചിതമായ വാക്കുകൾ ചേർത്തെഴുതുക എന്നല്ലേ 3ാമത്തെ പഠന പ്രവർത്തനം മിസ് ഇവിടുന്ന് പറഞ്ഞു തന്നെയല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു സംഭാഷണമാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞത്. അതിൽ ഒറ്റയാളെ ചെയ്തിട്ടുള്ളൂ, അല്ലേ? അതെല്ലാവരും ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു. ആരാണ് പേര്? ഓക്കെ, ജൂലിയറ്റും ചെയ്തോ? ഗുഡ്. അപ്പൊ നെക്സ്റ്റ് 8ാമത്തെ എന്താണ് പറയുന്നത്? സന്ദർഭം നൽകി ഉചിതമായ ഇത് ചൊല്ലി കണ്ടെത്തണം, അല്ലെ? നമുക്ക് എന്താണ്? ചിലന്തിയുടെ വല താഴെ കൊടുത്ത പ്രസ്താവനയ്ക്ക് ഉചിതമായ ചൊല്ലി കണ്ടെത്തുക എന്നാണ്. എത്ര ദുർബലമാണെങ്കിലും ചിലന്തി ദുർബലമല്ലേ? ഉറപ്പില്ലാത്തതാണ് അല്ലേ ചിലന്തിയുടെ വല? വേഗം പൊട്ടിപ്പോകുന്നല്ലേ? അപ്പോ എന്നാലും അതിന്റെ വല അതിന് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ വരുന്ന ഒരു ചൊല്ല് ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്താണ്? കാക്കയ്ക്കും തൻ കുഞ്ഞ് പെൺകുഞ്ഞ് എന്ന് പറയാറുണ്ട് നമ്മളല്ലേ? പിന്നെന്താണ്? അപ്പൊ അങ്ങനത്തെ ഒരു ചൊല്ലി നിങ്ങൾ എഴുതിയാൽ മതി. എന്ത്? കാക്കയ്ക്കും തൻ കുഞ്ഞ് പെൺകുഞ്ഞ്. അപ്പൊ എത്ര ദുർബലമാണെങ്കിലും ചിലന്തിയുടെ വല അതിന് പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന അർത്ഥം വരുന്നത്. അപ്പൊ കാക്കയ്ക്ക് കാക്കയുടെ കുഞ്ഞ് എത്ര മോശമാണെങ്കിലും കാക്കയ്ക്ക് എങ്ങനെയാണ് അവനവന്റെ കുഞ്ഞെങ്ങനെയാ അവർക്ക് വിലപ്പെട്ടതാണ് എന്നർത്ഥം വരുന്നത്. അപ്പൊ എന്താണ്? കാക്കയ്ക്കും തൻ കുഞ്ഞ് പെൺകുഞ്ഞ്. അവിടെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. കാക്കയ്ക്കും തൻ കുഞ്ഞ് പെൺകുഞ്ഞ് എന്നതാണ് ഇവിടെ നൽകാവുന്ന ഏറ്റവും നല്ല ചൊല്ല്. ഏറ്റവും മാച്ച് ചെയ്യുന്ന ചൊല്ലാണ് എന്ത്? കാക്കയ്ക്കും തൻ കുഞ്ഞ് പെൺകുഞ്ഞ്. എഴുതാൻ അറിയോ മക്കളെ? കാക്കയ്ക്കും
ആരാണ് ആ വരച്ചാള്? അലൻ. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. എഴുതിയോ മക്കളെ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അതാണ് ചിലന്തിവല ദുർബലമാണെങ്കിലും തന്റെ കൂട് അതിന് പ്രിയപ്പെട്ടതാണ് എന്ന് അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ല്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പാഠം 11 അല്ലേ അടുത്തത്. ഓക്കെ, ഇതിപ്പോ എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടോ നിങ്ങൾക്ക് ഈ പാഠഭാഗം? എഴുതി കഴിഞ്ഞോ? ഇത് കളയട്ടെ? ഓക്കെ, അപ്പൊ ഈ പാഠം എല്ലാരും വായിച്ചോ നല്ലപോലെ? അപ്പൊ ഇനി നമുക്ക് ഏതാണ് പാഠം 11 അല്ലേ? എന്താണ് ലെസന്റെ പേര്? മുമ്പോട്ട്. മുമ്പോട്ട് എന്നാണ് പറയുന്നത് പാഠം അല്ലെ? അല്ല എന്താണ് പറയുന്നത്? താരകൾ. താരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രങ്ങളെയാണ് താരകൾ എന്ന് പറയുന്നത് അല്ലെ? നക്ഷത്രങ്ങള്. അപ്പോ അതിലാണ് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്കൊക്കെ വിസ്മയം ജനിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? അനേകം പ്രകൃതി വസ്തുക്കളുണ്ട്. അതിൽ ഏതാണ്? നക്ഷത്രങ്ങൾ നിങ്ങൾക്കൊരു അത്ഭുതം പോലെയാണ് അല്ലെ? തോന്നാറുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കാറുണ്ടോ? രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാറുണ്ടോ? ഇല്ലേ, ആരും ഇറങ്ങാറില്ല. നക്ഷത്രങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും രാത്രികാലങ്ങളിൽ അല്ലെ? രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെ കാണുക അപ്പോ ഒരു വിസ്മയം തോന്നുന്ന കാര്യമാണ് അല്ലെ നക്ഷത്രങ്ങളെ കാണുമ്പോ. അപ്പോ അവയോട് കൂട്ടുകൂടാനും കിന്നാരം പറയാനും ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടാവും അല്ലെ? കുട്ടികൾക്ക് നല്ല വലിയവർക്കും ചിലപ്പോ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയാണ് ഇതില് എന്താ പറയുന്നത്? മാനം. മാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അർത്ഥം മാനം? ആകാശത്താണല്ലേ നക്ഷത്രങ്ങള്? അപ്പോ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലെ? ഒരു കുട്ടി നോക്കിക്കാണുകയാണ് അല്ലെ? നക്ഷത്രങ്ങളെ ഒരു കുട്ടി നോക്കിക്കാണുന്നതാണ്. അപ്പൊ അവന് തോന്നുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അല്ലെ? അപ്പോ ഒന്ന് നോക്കിക്കോ, ശ്രദ്ധിക്കണേ. മാനത്ത് മഞ്ഞപ്പട്ടു വിരിച്ചു താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തുകളിക്കാൻ ചുറ്റും നിന്നെന്റെ താരകളെ. മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ,
മേലോട്ടേക്കല്ല പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടമ്പൊടൊട്ടു തുണച്ചിടും ഞാൻ. അല്ലെ, അത്രയാണ് അതിൽ വരികൾ വരുന്നത്. ഒന്നുകൂടി വായിക്കാം. മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു താനാനം തുള്ളും താരകളെ. മുറ്റത്തു വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. വായിക്കാൻ കിട്ടുന്നു നോക്കണേ. മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ. മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടമ്പൊടൊട്ടു തുണച്ചിടും ഞാൻ. വായിക്കാൻ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? വായിച്ചു നോക്കിയേ കൂടെ. സൗണ്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് അർത്ഥം ഇതിൽ പറയുന്നുണ്ട്. അത് ഓരോന്നിന്റെ പറഞ്ഞുതരാം. മാനത്ത്, മാനം ആകാശത്ത് അല്ലെ. മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ. അല്ലെ, മാനത്ത് മഞ്ഞപ്പട്ട് വിരിച്ച് താനാനം തുള്ളും താരകളെ. മുറ്റത്തു വന്നാൽ ഒത്തുകളിക്കാം ചുറ്റും ചുറ്റും നിന്നെന്റെ താരകളെ. എന്താ കുട്ടി പറയുന്നത് നക്ഷത്രത്തിനോട്? മാനത്ത് മഞ്ഞപ്പട്ട് വിരിച്ച് തന്നാനല്ലെ താനാനം തുള്ളുന്ന താരകളെ, നക്ഷത്രങ്ങളെ എന്താ പറയുന്നത്? മുറ്റത്ത് വന്നാൽ ഒത്തുകളിക്കാം. തന്റെ മുറ്റത്തേക്ക് വന്നാല് ഒത്തുകളിക്കാം, ഒരുമിച്ച് കളിക്കാം. ചുറ്റും നിന്നെന്റെ താരകളെ. അല്ലെ, എന്റെ ചുറ്റും നിന്ന് നമുക്ക് ഒത്തു കളിക്കാം. എങ്ങനെയുള്ള നക്ഷത്രങ്ങളെ? മാനത്ത് മഞ്ഞപ്പട്ട് വിരിച്ച് താനാനം തുള്ളുന്ന നക്ഷത്രങ്ങളെ എന്താ പറയുന്നത്? മുറ്റത്ത് വന്നാൽ ഒരുമിച്ച് കളിക്കാം ചുറ്റും നിന്നെന്റെ. അതായത് എന്റെ മുറ്റത്ത് വന്നാൽ എന്റെ ചുറ്റും നിന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാം അല്ലെ. കുട്ടി നക്ഷത്രത്തിനോട് പറയാണ്, നക്ഷത്രത്തിനോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയാണ് ആ കുട്ടി അല്ലെ. പിന്നെന്താ പറഞ്ഞേ? മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ. എന്താണ് അർത്ഥം? മിണ്ടാതെ നിന്ന്, മിണ്ടാതെ നിൽക്കുമല്ലേ. നക്ഷത്രങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ മക്കളെ? നക്ഷത്രങ്ങൾ സംസാരിക്കോ? നക്ഷത്രങ്ങൾ സംസാരിക്കാറുണ്ടോ സന? ഓക്കെ, അപ്പൊ മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂകി, മിണ്ടാതെ നിന്നിട്ട് പുഞ്ചിരി തൂകും അല്ലെ. പുഞ്ചിരി ഒരു നല്ല നക്ഷത്രത്തിന് നല്ല തിളക്കായിരിക്കും. ഇപ്പൊ പുഞ്ചിരിക്കുന്ന പോലെ ഉണ്ടാവൂലെ. രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിലാവുള്ള നല്ല രാത്രികളില് നക്ഷത്രങ്ങൾ ഒരുപാട് ഉണ്ടാവും ആകാശത്ത്, മാനത്ത്. അപ്പൊ മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂകുന്ന നിന്നെ കാണുമ്പോ എന്താ പറയുന്നത്? കൊണ്ടാൽ എന്ത് ധരിക്കണം ഞാൻ. ഈ പുഞ്ചിരി തൂകുന്ന നിന്നെ കാണുമ്പോ എന്താണ് ഞാൻ ധരിക്കേണ്ടിയിരിക്കുന്നത്? എന്ത് ധരിക്കണം? എന്താണ് തോന്നേണ്ടത്? മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. അപ്പൊ നക്ഷത്രങ്ങൾ എവിടെയാ ഉണ്ടാവുന്നത്? മാനത്താണ് അല്ലെ, മുകളിലാണ് ഉള്ളത് അല്ലേ. ആ പറഞ്ഞ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പിന്നെയോ, പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. പട്ടം കെട്ടിവിട്ടാൽ എങ്ങോട്ടാ പോവാ? മുകളിലോട്ടാണ് അല്ലെ, ആകാശത്തേക്കാണ്. അതുകൊണ്ടാ പറഞ്ഞേ പട്ടം ഞാനൊന്ന് ഉണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. ആർക്ക്? നക്ഷത്രങ്ങൾക്ക് കൂട്ടാകും.
കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. അല്ലേ, പട്ടം കുടുങ്ങിയിട്ട് കാല് തെറ്റി വീഴും ചിലപ്പോ. മുമ്പോട്ട് പോകും കൂട്ടരെ ഇമ്മടമ്പൊട്ടൊട്ടു തുണച്ചിടും ഞാൻ. അൻപ്, അൻപ് പറഞ്ഞ എന്താണ് അർത്ഥം? ദയാണ്. അൻപ് ബാക്കിലുണ്ട്, നമ്മുടെ നിഘണ്ടുവിലുണ്ടാവും. അൻപ്, ദയ, സ്നേഹം അല്ലെ. അൻപ്, അൻപ് എന്ന് പറഞ്ഞാൽ ദയ എന്നാണ് അർത്ഥം. മാനം, ആകാശം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മാനം. മാനം ഇതില് അതുകൊണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, മാനം, ആകാശം. ധരിക്കുക പറഞ്ഞ എന്താണ് അർത്ഥം? മനസ്സിലാക്കുക അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് അർത്ഥത്തില് ധരിക്കുക. വസ്ത്രം ധരിക്കാറുണ്ട്, ധരിക്കുക എന്ന് പറയാറുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാണ് ധരിക്കുക. പിന്നെന്താ പറഞ്ഞ അടുത്ത? തുണയ്ക്കുക. തുണയ്ക്കുക പറഞ്ഞ എന്താ അർത്ഥം? സഹായിക്കുക. തുണയ്ക്കുക, സഹായിക്കുക. അപ്പൊ അർത്ഥങ്ങള് നോക്കി നോക്കണേ. താരകള്, താരകള് എന്താണ്? നക്ഷത്രങ്ങളാണ് താരകള്. ആദ്യം മിസ് പറഞ്ഞു നക്ഷത്രങ്ങളാണ് താരകള്. പിന്നെന്താണ്? ചേലോടെ. ചേലോടെ, ചേല് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ചേല് ഭംഗി അല്ലെ. അപ്പൊ ചേലോടെ ഭംഗിയുള്ള എന്ന അർത്ഥത്തിലാണ് ചേലോടെ. ഓക്കെ, എന്താ ബെനീറ്റ? ഇതിപ്പോ എഴുതണോ? അല്ല, അർത്ഥം ഇപ്പൊ എഴുതണ്ട. നിങ്ങൾക്കൊന്ന് അർത്ഥം പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്കത് അതിന് ശേഷം ആക്ടിവിറ്റി പറയുന്ന സമയത്ത് മാത്രം എഴുതിയാൽ മതി അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് നിങ്ങൾക്ക് വിഷമമുള്ള കുറച്ച് വേർഡ്സിന്റെ അർത്ഥം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ മാനത്ത്, ആകാശത്ത് മഞ്ഞപ്പെട്ട് വിരിച്ചു നിൽക്കുന്ന ഏത്? നക്ഷത്രങ്ങള്. താരകള്, നക്ഷത്രങ്ങള്. പിന്നെന്താ പറഞ്ഞ? മുറ്റത്ത് വന്നാൽ ഒത്തുകളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. അതും പറഞ്ഞു അല്ലെ. നക്ഷത്രങ്ങൾക്ക് ഒത്തൊരുമിച്ച് കളിക്കാൻ നമ്മുടെ മുറ്റത്തേക്ക് വന്നാൽ. അവൻ മുറ്റത്താ ഉള്ളത് അല്ലെ, വീടിന്റെ മുറ്റത്ത്. മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂകി കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ. മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂങ്ങി നിന്നെ കാണും ഞാൻ. എന്താണ് മനസ്സിലാക്കേണ്ടത്? ധരിക്കുക, മനസ്സിലാക്കുക. അതിൽ പ്രധാനപ്പെട്ട വേർഡ്സുകളാണ് കേട്ടോ. ധരിക്കുക, മനസ്സിലാക്കുക. മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ, ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ, കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. മനസ്സിലാവാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ പറയണം, ചോദിക്കൊണ്ട് കേട്ടോ. കാല് തെറ്റി പിരണ്ടു വീണാലോ ചേല്. ചേലോടൻ ഭംഗിയുള്ള അർത്ഥം. ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ട് പോകും കൂട്ടരെ ഇമ്മട്ടമ്പോടൊട്ടു. അൻപ്, അവിടെയുണ്ട് അൻപ്. അൻപോടൊട്ടു തുണച്ചിടും ഞാൻ. അൻപ്, ദയ അല്ലെങ്കിൽ സ്നേഹം. തുണയ്ക്കുക എന്താണ്? സഹായിക്കുക അല്ലെ. തുണയ്ക്കുക, സഹായിക്കുക. തുണച്ചിടും ഞാൻ. ഇത് പി കുഞ്ഞികൃഷ്ണ മേനോൻ എന്ന ആളുടെ കവിതയാണ് കേട്ടോ. ഒന്നുകൂടി നോക്ക് കേട്ടോ. അത് കുട്ടി മാനത്തിലുള്ള നക്ഷത്രത്തിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? മാനത്ത് മഞ്ഞപ്പെട്ട് വിരിച്ച് കളിത്തട്ടൊരുക്കി താനാനം തുള്ളിക്കളിക്കുന്ന നക്ഷത്രത്തെ തന്റെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ്. കളിത്തട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ആര്? കുട്ടി അല്ലെ. ആദ്യം അതാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അന്നേരം എന്താ ചെയ്യുന്നത്? മിണ്ടാതെ നിന്ന് പുഞ്ചിരിക്കുകയാണ് ആര്? നക്ഷത്രം അല്ലെ. കുട്ടി തന്റെ കളിത്തട്ടിലേക്ക് നക്ഷത്രത്തെ, മാനത്ത് മഞ്ഞപ്പെട്ട് വിരിച്ചു നിൽക്കുന്ന നക്ഷത്രത്തെ ക്ഷണിക്കുന്നു അല്ലെ. തന്റെ കളിത്തട്ട് എവിടെയാണ്? തന്റെ മുറ്റത്തേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് നക്ഷത്രം? നക്ഷത്രം ആകാശത്ത് തന്നെ മിണ്ടാതെ നിന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അതാണ് പറഞ്ഞത്. പിന്നെയോ ആ ചിരിയുടെ എന്താണ് അർത്ഥം തിരയുകയാണ് ഇപ്പൊ കുട്ടി. എന്തായിരിക്കുന്നത്? എന്തിനാ നീ അവിടെ നിന്ന് ചിരിക്കുന്നു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചാലയെ കുതിച്ച് മേലോട്ടേക്ക് മാത്രം പോകുന്നവരാണ് എന്നതാണ് ആ പുഞ്ചിരിയുടെ പൊരുൾ എന്നാണ് അവിടെ പറയുന്നത് അല്ലെ. അങ്ങനെ എന്താ അതിൽ പറയുന്നത്? ഉയരങ്ങൾ തേടിപ്പോകുന്ന ആര്? ഉയരങ്ങൾ തേടിപ്പോകുന്നവരെ എന്ത് ചെയ്യുന്നു? ആശീർവദിക്കുകയും പിന്നെന്ത് ചെയ്യുന്നു? അവർക്ക് തന്നാലാകുന്ന വിധം
കൂട്ടാനും കൂട്ടാകുമെന്ന് അറിയിക്കുകയാണ് ആര് ചെയ്യുന്നത്? കുട്ടി അല്ലേ? പട്ടം കെട്ടി അയച്ചിട്ടെങ്കിലും അവർക്ക് താരകൾക്ക് കൂട്ടാകാം എന്നാണ് പറയുന്നത്. അപ്പോ ഉയരങ്ങളിലേക്ക്, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവും? ഉയരങ്ങളിലേക്ക് പോകുന്നവരെ ആശീർവദിക്കുകയും തന്നാൽ ആവുന്ന വിധം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും ആര് കുട്ടി ശ്രമിക്കുന്നു അല്ലേ? പിന്നെന്താ പറയുന്നത്? ചാട്ടം തെറ്റാതെ പോയിക്കൊള്ളുക എന്നത് ആശംസിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? വൈകാതെ ഞാനും നിങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്ത് എത്തിച്ചേരുമെന്ന തന്റെ അഭിലാഷം അല്ലെ, ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും താനും എന്നും കുട്ടി ആഗ്രഹിക്കുന്ന കാര്യം കൂടി കുട്ടി എന്ത് ചെയ്യുന്നു? പറയുന്നു അല്ലെ, അറിയിക്കുകയോടി ചെയ്യുന്നു ലാസ്റ്റ് ലൈനിലാവുമ്പോ. അപ്പൊ പിന്നെന്താ പറഞ്ഞേ? മുന്നോട്ടേക്ക് പോകുന്നവർക്കുള്ള കൂട്ടിനായി ഒരു പട്ടം കെട്ടിയുണ്ടാക്കി വിടാമെന്നാണ് കുട്ടി പറയുന്നത് അല്ലെ. അടുത്തത്, അപ്പൊ കാല് തെറ്റിപ്പിരണ്ട് വീഴുമ്പോൾ നക്ഷത്രത്തെ എന്ത് ചെയ്യുന്നേ? അത് താങ്ങുമെന്ന് മോഹം അല്ലെ. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നവരെ എന്ത് ചെയ്യുന്ന? അമ്പോടെ പിന്തുണക്കുകയാണ് കുട്ടി അല്ലെ. മുമ്പോട്ട് കുതിച്ച് ഓടുന്നവരെ എന്ത് ചെയ്യുന്നേ? ദയോടുകൂടി അവരെ പിന്തുണക്കുകയാണ് ആര് ചെയ്യുന്നത്? കുട്ടി ചെയ്യുന്നത് അല്ലെ. ഇതിലേക്കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഉയരങ്ങളിലേക്ക് പോകുന്നവരെ തന്റെ ഹെൽപ്പ് എന്ത് വേണമെങ്കിലും ചെയ്ത് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ആര്? കുട്ടി ഇതിലൂടെ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ രാത്രികാലത്തെ കുട്ടിയെ കൊതിപ്പിച്ചുകൊണ്ട് മാനനിറയെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുമായി കുഞ്ഞു നടത്തുന്ന സാങ്കല്പിക സംഭാഷണം. അതാണ് രാത്രികാലങ്ങളില് മാനത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന നക്ഷത്രം നോക്കി കുട്ടി പറയുന്ന സംഭാഷണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായോ? മാനത്ത് മഞ്ഞപ്പട്ട് വിരിച്ച് താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തുകളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ, മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂകി കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ, മേലോട്ടേക്കല്ലേ പോവുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു, ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ. അതായത് നിങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കണം. പിന്നെന്താ പറഞ്ഞേ? കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാനും വൈകാതെ എത്താം, പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. അപ്പൊ പട്ടം ഒന്ന് കെട്ടി വിട്ടാല് നിങ്ങൾക്ക് കൂട്ടാകും എന്നാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? കാല് തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ, മുമ്പോട്ട് പോകുന്ന കൂട്ടരെ എന്ത് ഇമ്മട്ട് അമ്പൊട് ദയവോട് കൂടി സഹായിക്കാം എന്നാണ് അല്ലെ ഞാൻ എന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ കുട്ടി നക്ഷത്രത്തിൽ നോക്കി ഉയരങ്ങളിലേക്ക് കുതിക്കുന്നവരെ പറ്റി പറയുന്നത് പോലെ, അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ രീതിയിലാണ് ഞാനും ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കുട്ടി സംസാരിക്കുന്നത് അല്ലെ ഇവിടെ. അപ്പോ അതില് മെയിൻ കുറച്ച് വാക്കുകൾ ഏതൊക്കെയാണ്? മാനം, ആകാശം, പിന്നെന്താണ്? ധരിക്കുക, മനസ്സിലാക്കുക, പിന്നെ അടുത്ത് എന്താണ് നമ്മൾ പറഞ്ഞത്? തുണയ്ക്കുക അല്ലെ, സഹായിക്കുക, ചേലോടെ ഭംഗിയോടെ, കൂട്ടാവുക, കൂട്ടായി നിൽക്കുക, അൻപ്, ദയ. അൻപ്, ദയ. ഓക്കെ, വായിക്കാൻ കിട്ടുന്നുണ്ടോ മക്കളേത്? മാനത്ത് നോക്കിക്കോ, വായിച്ചൂടെ. മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തുകളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ, മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ, മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു, ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ, പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും, കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ, മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടമ്പൊടൊട്ടു തുണച്ചിടും ഞാൻ. വായിക്കാനറിയോ ഇപ്പൊ ആർക്കെങ്കിലും? ആരാദ്യം വായിക്കുന്നതെന്ന്? ഓക്കെ, സഫ. മുമ്പോട്ട്
മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു താനാനം തുള്ളും താരകളെ മുറ്റത്ത് വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെ താരകളെ മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലക്കുടി ചെന്ന് ചൊല്ലുന്നു ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ പട്ടം ഞാനൊരു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്കും കൂട്ടാകും കാലു തെറ്റിപ്പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ മുമ്പോട്ട് പോകും കൂട്ടരെ അമ്പോടൊട്ടു ഇടും ഞാൻ തുണച്ചിടും ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? കൃഷ്ണ നോൻ. ഓക്കെ, ബെനീറ്റ. മുമ്പോട്ട് മാനത്തു മഞ്ഞപ്പെട്ട് വിരിച്ചു താനാനും തുള്ളി താരങ്ങളെ മുറ്റത്ത് വന്നാലെത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു ചാട്ടം തെറ്റാതെ പോയി കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടമ്പൊടൊട്ടു ഇമ്മട്ട് അൻപൊടൊട്ട്. അതാണ് അത് ഒന്നിച്ച് വന്നത്. എഴുതിയോ? വായിച്ചോ. കൂട്ടരെ ഇമ്മട്ടമ്പൊടൊട്ടു തുണച്ചിടും ഞാൻ. ഓക്കെ മക്കളെ, നമ്മുടെ സമയം കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നല്ലപോലെ ഇത് വായിക്കണേ. കുറച്ച് അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ലപോലെ വായിക്കണം. അടുത്ത ക്ലാസ്സിൽ അത് വായിപ്പിക്കും. ഓക്കെ, അപ്പൊ ബൈ. സി യു. ഓക്കെ മക്കളെ, അത് സമയം ഏകദേശം ആയി.